ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിച്ചു. ഞാനിവിടെ ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ വന്നതാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, തേങ്ങയിടാത്ത തേങ്ങ ചട്നി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് നിങ്ങൾക്കൊരു അത്ഭുതം പോലെ തോന്നുന്നില്ലേ? വരൂ, അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എരിവിനനുസരിച്ച് പച്ചമുളക്, 2 സവാള കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് പൊരികടല കേട്ടോ. എന്നിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും കൂടെ നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. ഉപ്പിടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ പൊരികടലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റുക കേട്ടോ. വഴറ്റിയിട്ട് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, നമുക്ക് നന്നായിട്ടൊന്ന് പച്ചപ്പ് പോയാൽ മാത്രം മതി. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അത് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഇടയിലിടയിൽ ഉണ്ടാക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ്. ആരും തേങ്ങയിടാതെയുള്ള തേങ്ങാ ചട്നിയാണെന്ന് പറയില്ല കേട്ടോ. കാണുമ്പോഴും അങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത്. എന്നിട്ട് അതിനെ കടുക് പൊട്ടിക്കാം. എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയും മുഴുവൻ മുളക് 2 പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കടുക് താളിച്ചെടുക്കാം. ദോശ, ഇഡ്ഡലി, ആപ്പം എല്ലാത്തിൻ്റെ കൂടെയും ഇത് സെറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.